പാലായിൽ UDF സ്ഥാനാർത്ഥിയും സിറ്റിംഗ് MLA-യുമായ മാണി സി കാപ്പന് വിജയസാധ്യത. കാപ്പൻ 6000 വോട്ടിന് ജയിക്കുമെന്നാണ് വിലയിരുത്തൽ. സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം ഗുണം ചെയ്യും. പരമ്പരാഗത ക്രൈസ്തവ വോട്ടുകൾ അനുകൂലമാണെന്ന റിപ്പോർട്ടും UDF-ന് പ്രതീക്ഷ പകരുന്നു. മധ്യകേരളത്തിൽ ശ്രദ്ധേയമായ മത്സരം നടന്ന പാലായിൽ ഇക്കുറിയും കാപ്പൻ ജയിച്ചു കയറുമെന്നാണ് കണക്കുകൂട്ടൽ. കുറഞ്ഞത് 6000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിക്കുമെന്നാണ് പ്രതീക്ഷ. ശക്തമായ സർക്കാർ വിരുദ്ധ വികാരം ആഞ്ഞടിച്ചാൽ ഭൂരിപക്ഷം ഇരട്ടിയാകും. കഴിഞ്ഞ തവണത്തെ കാപ്പന്റെ 16000 വോട്ടിന്റെ ഭൂരിപക്ഷം മറികടക്കാൻ LDF സ്ഥാനാർത്ഥി ജോസ് കെ മാണിക്ക് കഴിയില്ല. BJP സ്ഥാനാർത്ഥി ഷോൺ ജോർജിന് ക്രൈസ്തവ വോട്ടുകൾ കാര്യമായി ലഭിച്ചില്ലെന്നും UDF വിലയിരുത്തുന്നു. പരസ്യ പ്രചാരണത്തിൽ LDF-ഉം BJP-യും ഓളമുണ്ടാക്കി. എന്നാൽ താഴെത്തട്ടിൽ കാപ്പൻ അനുകൂല അന്തരീക്ഷമെന്നും UDF ക്യാമ്പ് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. 100% വിജയിക്കും. 6000 മുതൽ ഭൂരിപക്ഷം 20000 വരെ വരാം. അതിന്റെ കാരണം 1,33,000 വോട്ടേ ഇവിടെ പോൾ ചെയ്തിട്ടുള്ളൂ. അത് 3000 വോട്ട് നോട്ടയും മറ്റ് സ്ഥാനാർത്ഥികളൊക്കെ ആയിട്ട് പോകും. ബാക്കി വരുന്ന 1,30,000-ൽ 65,000 വോട്ട് എനിക്ക് കിട്ടിയിരിക്കും. അതേസമയം ജോസ് കെ മാണിയിലൂടെ ഇത്തവണ മണ്ഡലം പിടിച്ചെടുക്കാമെന്ന് LDF കരുതുന്നു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് റിപ്പോർട്ടിൽ ജില്ലയിൽ ഉറപ്പായും ജയിക്കുന്ന മണ്ഡലമാണ് പാല. നല്ലൊരു പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ഒരു സിഗ്നലാണ് വോട്ടർമാർ നൽകിയിട്ടുള്ളത് എല്ലാവരും. അതുകൊണ്ട് തന്നെ നല്ലൊരു മുന്നേറ്റം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പാലായിലുണ്ടാവും. NDA സ്ഥാനാർത്ഥി ഷോൺ ജോർജ് 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുമെന്നാണ് മുന്നണികളുടെ കണക്കുകൂട്ടൽ. തെരഞ്ഞെടുപ്പിന് പിന്നാലെ BJP നേതാക്കളായ PC ജോർജും ഷോൺ ജോർജും സഭയ്ക്കെതിരെ നടത്തിയ അധിക്ഷേപ പരാമർശങ്ങൾ കനത്ത തോൽവി മുന്നിൽ കണ്ടെന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. മീഡിയ 1 കോട്ടയം.